ഏറ്റുമാനൂർ നഗരസഭയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകതയും ഉദ്യോഗസ്ഥ അലംഭാവവും ഉണ്ടാകുന്നതായി ആക്ഷേപം. ക്ഷേമ പെൻഷനായുള്ള അപേക്ഷകളിൽ നൽകുന്ന ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പലതും നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണെന്ന് നഗരസഭാ കൗൺസിലർ ടി.പി. മോഹൻദാസ് കൗൺസിൽ യോഗത്തിൽ ആക്ഷേപം ഉന്നയിച്ചു. ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി വിശദീകരണം തേടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 1 ലക്ഷത്തിൽ താഴെ മാത്രം വരുമാനമാണെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴും ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി പലരുടെയും അപേക്ഷ നിരസിച്ചതായും മോഹൻദാസ് കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. പിന്നെ എന്താണ് സാമ്പത്തിക മെച്ചപ്പെട്ട വരുമാനം? അത് മാത്രമല്ല, ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? വിവാഹത്തെ ആലോചിച്ചത് കുറച്ച് ഇപ്പോൾ നിയമപരമായ വിവാഹം ഇല്ലാതെ നിയമപരമായ വിവാഹം കണ്ടുപിടിച്ചത് രജിസ്റ്റർ തുടങ്ങി നിയമപരമായിട്ട് പറഞ്ഞത് ഇതൊക്കെ വിധവാ പെൻഷന് വാർദ്ധക്യ പെൻഷന് നിയമപരമായ വിവാഹത്തെ ഈ മെച്ചപ്പെട്ട ജീവിത രീതിയിൽ നിന്ന് പിൻവലിക്കണം. അത് എന്താണെന്ന് പരിശോധിക്കണം. അവർക്ക് എല്ലാം മെച്ചപ്പെട്ടത്. EPF പെൻഷൻ വാങ്ങുന്നവർക്കും ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്കും 2 പെൻഷനുകൾ വാങ്ങാമെന്ന് സർക്കാർ നിയമമുള്ളപ്പോഴും ഉദ്യോഗസ്ഥർ അവരുടെ വിവേചനാധികാരം എന്ന നിലയിൽ അയോഗ്യരാക്കുന്നതിന്റെ പേരിൽ പലർക്കും അർഹതപ്പെട്ട പെൻഷൻ ലഭിക്കാതെ പോകുന്നത് നിയമലംഘനമാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നുമായിരുന്നു ടി.പി. മോഹൻദാസിന്റെ അഭ്യർത്ഥന. ഇതേ തുടർന്ന് വിഷയം അടുത്ത കമ്മിറ്റിയിൽ ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അർഹതപ്പെട്ട ഒരാൾക്കും പെൻഷൻ നിഷേധിക്കുവാൻ സമ്മതിക്കുകയില്ലെന്നും ശക്തമായ നിലപാടും നടപടിയും സ്വീകരിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ ടോമി പുളിമാൻതൊണ്ടം കൗൺസിൽ യോഗത്തെ അറിയിക്കുകയായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൗൺസിലർമാരും ഇതിനോട് യോജിച്ചു. എനിക്കും തിക്താനുഭവം വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് കേസ് പറഞ്ഞു. ഞാനൊരു 3 വർഷം മുമ്പ് ഇവിടെ കൊടുത്ത ഒരു മരം വീടുന്ന കേസിൽ നമ്മളത് ഇവിടെ നിന്നു കുറെ നടന്ന തോറ്റു. പോകാതെ മേലാത്ത ഒരാൾ അത് കഴിഞ്ഞ് ഒരു 1.5 വർഷം അത് വെട്ടിക്കൊടുത്തു. ലൈസൻസ് കൊടുക്കാൻ എന്നോട് ടാക്സ് അടക്കാതെ ലൈസൻസ് അടക്കുക. ലൈസൻസ് കൊടുത്തു. അത് അവസാനം ഹൈക്കോടതി കേസാക്കി. അങ്ങനെ ഗുരുതരമായ പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. അതായത് ഈ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് കേരളത്തിൽ. അതിൽ നിന്നും വിത്താനുഭവം ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്ഷമിച്ച് പോവുക. ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.